കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം കുറച്ചു നാളായി ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ കൂടെ നിർത്താനുള്ള വളരെ കഠിനമായ പ്രയത്നത്തിലാണ്. ക്രിസ്ത്യാനികളായിട്ടുള്ള പല നേതാക്കളും ഇന്ന് ബി.ജെ.പിയിലുണ്ട്. ബി.ജെ.പിയുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ക്രിസ്തുമത വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അയാൾ വളരെ കാലമായിട്ട് ബി.ജെ.പി. നേതൃനിരയിലുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ പല ക്രൈസ്തവ നേതാക്കളും മറ്റു പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ച നേതാക്കളൊക്കെ ബി.ജെ.പിയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ക്രിസ്മസിന് ഒക്കെ ക്രിസ്ത്യാനികളുടെ പള്ളിമേടകളിലും അതുപോലെ തന്നെ ഭവനങ്ങളിലൊക്കെ തന്നെ സന്ദർശനം നടത്താനൊക്കെ ബി.ജെ.പി. കാര്യമായ ശ്രമം നടത്തിയിരുന്നു. ഒരു ഭാഗത്ത് ബി.ജെ.പി. ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ആകർഷിക്കാനോ ഉള്ള ശ്രമം നടത്തുന്ന സമയത്ത് അതേ നാണയത്തിൽ തന്നെ അവർക്ക് തിരിച്ചടി നൽകാൻ മറ്റു പാർട്ടികൾക്ക് കഴിഞ്ഞിരുന്നത് വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ക്രിസ്തുമത പ്രവർത്തനങ്ങൾക്ക് പാതിരിമാർക്ക് അല്ലെങ്കിൽ മതപ്രചാരകർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളോ കേസുകളോ അത് ചിലപ്പോൾ അവിടുത്തെ നിലവിൽ ഉള്ള നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള ആ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കേസുകളാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ വളരെ വിവാദമായിരുന്നു. ഛത്തീസ്ഗഡിലേക്ക് കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തിലെ പ്രതികളൊക്കെ പോയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥികളായി നിർത്താൻ, പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള നേതാക്കളെ ബി.ജെ.പി. മത്സരിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ്. കോട്ടയത്ത് കെ.എം. മാണിയുടെ തട്ടകമായിരുന്ന പാലായിൽ ബി.ജെ.പി. നിർത്താൻ പോകുന്നത് ഷോൺ ജോർജിനെയാണ്. അദ്ദേഹം പി.സി. ജോർജിന്റെ മകനാണ്. ഇപ്പം ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഷോൺ ജോർജ്. ആ ഷോൺ ജോർജിനെയാണ് അവർ പാലായിൽ നിർത്തുന്നത്. പൂഞ്ഞാറിൽ പി.സി. ജോർജ്, അതേപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, തിരുവല്ലയിൽ ബി.ജെ.പി. നേതാവ് അനൂപ് ആന്റണി തുടങ്ങിയ ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള നേതാക്കന്മാരെ നിർത്താനുള്ള ഒരു പദ്ധതിയാണ് ബി.ജെ.പി. ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇത് വളരെ കാര്യമായ ചലനം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ മുനമ്പത്ത് വഖഫ് നിയമത്തിന്റെ പേരിൽ ഭൂമിയിൽ ഒഴിപ്പിക്കപ്പെടും എന്ന് കരുതിയിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. 600 കുടുംബങ്ങളുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി വലിയ പോരാട്ട വീര്യമൊക്കെ കാണിച്ചത് ബി.ജെ.പി. ആയിരുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു, അദ്ദേഹം ന്യൂനപക്ഷകാര്യ മന്ത്രി കൂടിയാണ്. അദ്ദേഹം വരികയും ക്രിസ്തുമത നേതാക്കളൊക്കെ ഈ അടുത്ത കാലത്ത് കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ തോതിൽ ക്രിസ്തുമത നേതാക്കന്മാരെയൊക്കെ അല്ലെങ്കിൽ മത പുരോഹിതന്മാരെയും ബിഷപ്പുമാരെയൊക്കെ കാണാനും ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് തങ്ങളുടെ പ്രവർത്തനം ആഴത്തിൽ എത്തിക്കാനുള്ളൊരു ശ്രമം ബി.ജെ.പി. നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അവർ ക്രിസ്ത്യാനികളായിട്ടുള്ള നേതാക്കന്മാരെ തന്നെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ മണ്ഡലം പാലായാണ്. പാല എന്ന് പറഞ്ഞാൽ ആ പാലാ മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളും നേരത്തെ തന്നെ പി.സി. ജോർജിന്റെ ശക്തി കേന്ദ്രത്തിൽപ്പെട്ട 1-2 പഞ്ചായത്തുകൾ 2009 പുനഃസംഘടനയിൽ പാലായിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ.എം. മാണി പിന്നീട് പി.സി. ജോർജും ഒക്കെ ആയിട്ട് ജമ്മിതയിൽ എത്തിയത്. അവിടുത്തെ സ്ഥാനാർത്ഥി മാണി സി കാപ്പനാണ് യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി. ഇത്തവണ ജോസ് കെ മാണി യു.ഡി.എഫിലേക്ക് തിരിച്ചു വരും എന്ന് കരുതിയിട്ട് ബഹളം ഉണ്ടാക്കിയ ആളാണ്. അങ്ങനെ ജോസ് കെ മാണിക്ക് തിരിച്ചു വരാൻ കഴിയാതിരുന്നത് യു.ഡി.എഫിനകത്ത് തന്നെ പ്രശ്നമുണ്ടാവും എന്നുള്ളത് കൊണ്ടാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും കാപ്പനെ സംബന്ധിച്ചിടത്തോളം കാപ്പൻ അവിടെ ഒരു പുരാതന കുടുംബത്തിൽപ്പെട്ട ആളാണ്. കാപ്പൻ ദീർഘകാലമായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കാപ്പന് കഴിഞ്ഞ തവണ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇത്തവണ ആ വിജയം കാപ്പന് ഉറപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കാപ്പനെ സംബന്ധിച്ചിടത്തോളം കാപ്പൻ ഒരു MLA എന്ന നിലയിൽ വലിയൊരു പ്രകടനമൊന്നുമല്ല നടത്തിയത്. കാപ്പൻ പൊതുവെ ഒരു ബിസിനസ്സുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ കെ.എം. മാണിയോടുള്ള ഒരു വിരോധം കൊണ്ടാണ്, അല്ലെങ്കിൽ കെ.എം. മാണിയോടുള്ള ഒരു അതൃപ്തി. കാരണം ദീർഘകാലം 10-50 വർഷക്കാലം MLA ആയിരുന്ന നിലയിൽ ആയിരക്കണക്കിന് ആളുകളുടെ സ്നേഹ വായ്പാണ് കെ.എം. മാണിക്ക് ആർജിക്കാൻ കഴിഞ്ഞിരുന്നത്. പക്ഷെ അത്രയധികം ആളുകളുടെ പിന്തുണ ആർജിക്കുന്ന സമയത്ത് കുറെ ആളുകളൊക്കെ തന്നെ മാണിയോട് അതൃപ്തിയുള്ള ആളുകൾ തന്നെ പാലാ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് മാണി വിരുദ്ധ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കാപ്പന് വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോ കാപ്പനോടും അതൃപ്തിയുള്ള ആളുകളുണ്ട്. ആ സമയത്താണ് ഷോൺ ജോർജ് രംഗത്തേക്ക് വരുന്നത്. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സുപരിചിതനാണ്.
പി സി ജോർജിന്റെ മകനാണെന്നുള്ള നേട്ടമുണ്ട്. അതുപോലെ തന്നെ ബി ജെ പിക്കും അവിടെ നല്ലൊരു 10-30,000-ഓളം വോട്ട് ആർജിക്കാൻ ബി ജെ പി കഴിയും. ഷോൺ ജോർജും തന്റേതായ രീതിയിൽ, കാരണം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും പി സി ജോർജിന്റെ മകൻ എന്ന നിലയിലും ആ സമീപവാസി എന്ന നിലയിലും ഒക്കെ തന്നെ വളരെ നല്ല സ്വാധീനം അദ്ദേഹത്തിന് അവിടെയുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റായിട്ട് പാലാ മാറിയിരിക്കുകയാണ്. കാരണം ഒരു ഭാഗത്ത് ജോസ് കെ മാണി, അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാവുന്നത്. അപ്പൊ മാണി കുടുംബത്തിന്റെ ആളെന്ന നിലയിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് ജോസ് കെ മാണി, അദ്ദേഹത്തിന് CPM കാഡർ വോട്ടുകൾ എന്തായാലും, പാനൽ വോട്ട്, CPM പാർട്ടി വോട്ടുകൾ എന്തായാലും കിട്ടും. അതേപോലെ തന്നെ മാണിയുടെ വോട്ടും ഒക്കെ കിട്ടും. അപ്പം അദ്ദേഹത്തിന് പക്ഷെ ജയിച്ചു കയറൽ എളുപ്പമല്ല. UDF ഭാഗത്താണെങ്കിൽ കാപ്പന് UDF പൂർണ്ണമായ പിന്തുണയുണ്ട്, കോൺഗ്രസിന്റെ സപ്പോർട്ടുണ്ട്. കോൺഗ്രസ് വളരെ ശക്തമാണ് പാലായിൽ. മൂന്നാമത്തെ പാർട്ടിയായിട്ട് BJP, ഷോൺ ജോർജ്. അങ്ങനെ ഒരു ശരിയായ ഒരു ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. ഒരുപക്ഷെ കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് BJPക്ക് ജയിക്കാനുള്ള വോട്ടുകളൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ സാധ്യതകൾ, രാഷ്ട്രീയത്തിലെ സാധ്യതകൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവർക്ക് പൊതുവെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയോടൊക്കെ തന്നെ ഒരു മമത വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് അവർ ഒരിക്കലും അവർ BJPയുടെ കൂടെ വരാത്തത്. പക്ഷെ ഇന്ന് പാലായിലൊരു ശരിയായ ഒരു ത്രികോണ മത്സരം നടക്കുകയും പി സി ജോർജിന്റെ മകനെ പോലുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് BJPക്ക് ഒരു സാധ്യത മറ്റു സ്ഥലങ്ങളെ പോലെ തന്നെ BJP നേമത്തും അതേപോലെ തന്നെ കഴക്കൂട്ടത്തും മഞ്ചേശ്വരത്തൊക്കെ തങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്ന അതേ സാധ്യത തന്നെ അവർ പാലായിലും കൊടുക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത പൂഞ്ഞാർ മണ്ഡലത്തിൽ പി സി ജോർജ് നിൽക്കുകയാണ്. അപ്പം അതും പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ MLA ആയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരമ്പരാഗതമായിട്ട് അദ്ദേഹത്തിന് കുറെ വോട്ട് കിട്ടും. പക്ഷെ മുസ്ലിം വോട്ടൊന്നും അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷെ ആ മുസ്ലിം വോട്ടൊക്കെ UDF പിടിക്കുകയാണെങ്കിൽ പി സി ജോർജിനും ഒരു കൈ നോക്കാമെന്നുണ്ട്. കാരണം അദ്ദേഹം വളരെ കാലം ആ മണ്ഡലവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ്. BJPക്കും സാമാന്യം അവിടെ വോട്ടുകളുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് പൂഞ്ഞാറിൽ പി സി ജോർജും ഇപ്പറ പാലായിൽ മകനും ആണ് മത്സരിക്കുന്നത്. BJPയുടെ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയാണ്. അത് പരമ്പരാഗതമായിട്ട് BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. 2009 ആ പുനഃസംഘടനയ്ക്ക് ശേഷമാണ് അത് കാഞ്ഞിരപ്പള്ളി മണ്ഡലമായിട്ട് മാറിയത്. അതുവരെ വാഴൂർ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന, പുതുപ്പള്ളി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് കാഞ്ഞിരപ്പള്ളി മണ്ഡലം വരുന്നത് തന്നെ. അങ്ങനെയുള്ള കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ BJPക്ക് നല്ല സ്വാധീനമുള്ള ഒരുപാട് പ്രദേശങ്ങൾ, പള്ളിക്കത്തോട് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലാണ്. കഴിഞ്ഞ തവണ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനമാണ് മത്സരിച്ചത്. അതിന് തൊട്ടു മുമ്പ് BJPയുടെ പ്രാദേശിക നേതാവായ ജില്ലാ വൈസ് പ്രസിഡന്റായ VN മനോജാണ് മത്സരിച്ചത്. BJPക്കും ഒരുപക്ഷെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ BJPയുടെ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് മത്സര രംഗത്തുള്ളത്. അദ്ദേഹം കഴിഞ്ഞ തവണയും തിരുവല്ലയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ തയ്യാറെടുത്തായിരുന്നു. പക്ഷേ തിരുവല്ലയിലെ, പത്തനംതിട്ട ജില്ലയിലെ അവസാനം സീറ്റുകളൊക്കെ വിതരണം ചെയ്ത സമയത്ത് നായർ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയും ഇല്ല എന്നൊരു ഘട്ടം എത്തിയ സമയത്താണ് തിരുവല്ലയിലെ സീറ്റ് അനൂപ് ആന്റണിക്ക് നഷ്ടപ്പെടുന്നതും അദ്ദേഹം അമ്പലപ്പുഴയിലേക്ക് മാറിപ്പോകുന്നതും. ഇത്തവണ അദ്ദേഹം നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. തിരുവല്ല മാർത്തോമാ സഭയ്ക്കും അതുപോലെ തന്നെ മറ്റ് ക്രിസ്തീയ ഡിനോമിനേഷൻസിനൊക്കെ നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെ ഒരു ക്രിസ്തുമത സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സമയത്ത് മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ മേഖലയിലൊക്കെ ഒരു ഇളക്കമുണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് BJP കരുതുന്നത്. കാരണം പ്രത്യേകിച്ച് UDF ഒരു മുസ്ലിം അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. പല ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നതിനേക്കാൾ മുസ്ലിങ്ങൾക്കാണ് കിട്ടുന്നതെന്ന് ആരോപണം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ക്രിസ്തുമത വിശ്വാസികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല UDFും LDFും നിൽക്കുന്നത് എന്നുള്ള പരാതി പലർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ വലിയ തോതിൽ BJPയുടെ കൂടെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സീറ്റുകളിൽ അവർ പ്രമുഖരായിട്ടുള്ള ക്രിസ്ത്യൻ നേതാക്കളെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ ഒരു മറുവശമുണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം BJPയുടെ പരമ്പരാഗതമായ വോട്ട് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടർമാരാണ്. പൊതുവെ ക്രിസ്ത്യാനികൾ BJPയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും അവരുടെ എണ്ണം വളരെ തുലമാണ്. ചില BJP നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു
ആ മത വിഭാഗത്തിൽ നിന്ന് വലിയൊരു പിന്തുണ ആർജിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പരമ്പരാഗതമായ ഹിന്ദു സ്ഥാനാർത്ഥികളെ, ഹിന്ദു വോട്ട് കിട്ടുന്ന പാർട്ടി ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്തുന്ന പകരം കൂടുതൽ കൂടുതൽ ക്രിസ്ത്യാനി സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സമയത്ത് അവർക്ക് പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം പോലുമുണ്ട്. കാരണം പലപ്പോഴും BJP ദേശീയ തലത്തിലൊക്കെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന നിലപാടുകൾക്കെതിരായ നിലപാടാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മതപരിവർത്തനത്തിനുള്ള നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊന്നും കൊണ്ടുവന്നത് BJP സർക്കാരുകളല്ല. അത് 50കളിൽ തന്നെ ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അന്നത്തെ കോൺഗ്രസ് സർക്കാരുകളാണ് മതപരിവർത്തനത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു നിയമം ഉപയോഗിച്ച് കേസെടുക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ കേരളത്തിലെ BJPക്കാർ പോയി എന്നുള്ള രീതിയിലുള്ള ചില പ്രകടനങ്ങളും നടന്നിരുന്നു. അത് അവരുടെ ഒരു ഹിന്ദു വോട്ടർമാരിൽ ചിലപ്പം അതൃപ്തി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ തവണ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചത് VN മനോജ് ആയിരുന്നു, BJPയുടെ പ്രാദേശിക നേതാവ്. അദ്ദേഹം നല്ല തോതിൽ വോട്ട് സമാഹരിക്കാൻ VN മനോജിന് കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞിരുന്നു. പക്ഷെ തൊട്ടടുത്ത തവണ, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെയാണ് അവർ മത്സരിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന് മനോജ് പിടിച്ച് അത്ര വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം തൊട്ടടുത്ത സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ MLA ആയിരുന്ന, ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് MLA ആയിരുന്ന ആളാണ് അൽഫോൺസ് കണ്ണന്താനം. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒരുപാട് വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പൊ BJPയുടെ പരമ്പരാഗതമായ വോട്ട് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് VN മനോജ്, അതായത് വ്യക്തിപരമായ വോട്ട് അൽഫോൺസ് കണ്ണന്താനം നേടിയിട്ട് പോലും മനോജിന്റെ അത്ര വോട്ട് കിട്ടാതിരുന്നത് പരമ്പരാഗതമായിട്ട് BJP കിട്ടിയ വോട്ടുകൾ കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു ധ്വനി പലപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ ഒരു സംശയം പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് BJP കുടുംബാധിപത്യത്തെയും ഫാമിലി പൊളിറ്റിക്സിനൊക്കെ എതിർക്കുകയാണ്. പക്ഷെ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ അച്ഛനും മകനും, അതും BJP ടിക്കറ്റിലാണ് രണ്ടുപേരും മത്സരിക്കുന്നത്. അവര് സ്വതന്ത്രരായിട്ടോ ഘടകകക്ഷികളായിട്ടോ ഒന്നുമല്ല മത്സരിക്കുന്നത്. അച്ഛനും മകനും BJP സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന സമയത്തും അതിന്റെ അസാംഗത്യം പല BJP പ്രവർത്തകരും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തിരുവല്ലയിലും അനൂപ് ആന്റണി എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ പോലും അങ്ങനെയൊരു BJPയുടെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകരിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. അപ്പൊ ഇവരൊക്കെ ക്രിസ്തുമത വിശ്വാസികളായ നേതാക്കന്മാരെ മാത്രമാണ്. ക്രിസ്തുമതത്തിലെ ആളുകളെക്ക് വോട്ട് സമാഹരിക്കാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഇതില് PC ജോർജിന് എന്തായാലും അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. മറ്റ് സ്ഥാനാർത്ഥികൾക്ക് എത്രത്തോളം കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു സംശയം ഉയരുന്നുണ്ട്. പക്ഷെ പാലായിൽ എന്ത് തന്നെ ആയാലും ഷോൺ ജോർജ് വോട്ട് പിടിക്കുമെന്ന് തന്നെയാണ് പലരും പറയുന്നത്. അദ്ദേഹത്തിന് BJPക്കാരല്ലാത്ത നിരവധി ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് ജോർജ് കുര്യനും അനൂപ് ആന്റണിക്കും അതിനുള്ള സാധ്യത കുറവാണ്. ജോർജ് കുര്യൻ വളരെ വർഷങ്ങളായിട്ട് 40 വർഷത്തിലധികമായിട്ട് അദ്ദേഹം BJPയുടെ നേതൃനിരയിലുള്ള ഒരാളാണ്. പക്ഷെ ക്രിസ്ത്യാനി എന്ന നിലയിലല്ല, സാധാരണ BJPക്കാരൻ എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വോട്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായതുകൊണ്ട് അധികം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതേപോലെ തന്നെ അനൂപ് ആന്റണിയും തിരുവല്ലയിൽ മത്സരിക്കുന്ന സമയത്ത് മറ്റ് ക്രിസ്തുമത വിശ്വാസികളായ ആളുകൾ എത്രത്തോളം വോട്ട് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള വലിയൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് BJP അവരുടെ പ്രമുഖരായ നേതാക്കളെ തന്നെ പാർട്ടിക്ക് പരമ്പരാഗതമായിട്ട് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ്, അതായത് തിരുവല്ലയിലായാലും അതേപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലായാലും പാലായിലായാലും അതേപോലെ തന്നെ പൂഞ്ഞാറിലായാലും ഇങ്ങനെയുള്ള അടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങൾ അവർ ക്രിസ്ത്യാനികളായ സ്ഥാനാർത്ഥികളെ നിർത്തി പുതിയൊരു സ്ട്രാറ്റജിക്ക് BJP രൂപം നൽകുകയാണോ എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്.